ഡോക്ടർ സമ്പത്ത്, പ്രതിപക്ഷം ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന എല്ലാ വികസന പദ്ധതികളെയും എതിർത്ത് മുന്നോട്ട് പോകുന്നത് പല ഘട്ടങ്ങളിൽ കണ്ടു. പക്ഷേ അതിൽ പല പദ്ധതികളും ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ചില പദ്ധതികളൊക്കെ എതിർപ്പ് പറഞ്ഞ് വന്ന പ്രതിപക്ഷം തന്നെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുന്നുമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രത്തെക്കുറിച്ചുള്ള പ്രക്ഷോഭങ്ങളും മറ്റും പ്രഖ്യാപിച്ച പ്രതിപക്ഷത്തിന് നിയമസഭയിൽ അത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, പറഞ്ഞിടത്ത് നിൽക്കാനുമായിട്ടില്ല. പ്രതിപക്ഷം പിന്നോട്ട് പോവുകയാണോ ഈ വിഷയത്തിൽ? ഡോക്ടർ ലാലെ, ഇത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാനതിൻ്റെ മറ്റ് രാഷ്ട്രീയമായ പരിപ്രേക്ഷ്യത്തിലേക്ക് അതല്ല എങ്കിൽ ഇപ്പോൾ ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങളാരും നിയമസഭാംഗങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് നിയമസഭയിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുടെ അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ യാഥാസ്ഥവും നമ്മളവിടെ ഫിസിക്കലി പ്രസൻ്റ് ആയിരുന്ന ആളുകളല്ല ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ. അപ്പം ഞാനതിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ പൊതുവിൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷം നോക്കുന്ന ഒരു കാര്യം ഇതായിരിക്കുമല്ലോ, പറയുമ്പോഴത്തേക്കൊരു വല്ലാത്ത ഒരു ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ചില ഈ മാനസികാവസ്ഥ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. എന്താണെന്നറിയോ, ഇപ്പോൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ആൽക്കഹോളിക് ബിവറേജ് എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഇത് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ, അത്തരം കാര്യങ്ങൾ ഇതിൽ ഈ ഹ്യൂമൻ കൺസംഷൻ ഉള്ളത്, സർജിക്കൽ ആവശ്യത്തിനുള്ളത്, ഒപ്പം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാനായി വേണ്ടി വരുന്നത്, വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി വരുന്നത്, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റേതായിട്ടുള്ള ഈ ധനാഗമ മാർഗങ്ങൾ GST കൗൺസിൽ ഇന്ത്യയുടെ ഭരണഘടനാ ഭേദഗതി വന്നതിന് ശേഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഒരു പ്രശ്നം നേരിടുന്നത്, പ്രത്യേകിച്ചും കേരളം പോലുള്ള നിരവധി സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ധനക്കമ്മീഷൻ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, അത് ഭരണഘടന അനുസരിച്ചുള്ളൊരു സ്ഥാപനമാണ്. അവർ അത്തരത്തിൽ ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതും അത് രാഷ്ട്രപതിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുള്ളതടക്കം BJPയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഗവൺമെൻറ് അങ്ങനെ നൽകാനായി തയ്യാറായിട്ടില്ല. രണ്ട്, ഈ GST വീതം അത് കൃത്യമായി സമയബന്ധിതമായി നൽകില്ല എന്നുള്ളത്, നൽകേണ്ട സമയത്ത് ലഭിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ ധനക്കമ്മീഷൻ്റേതായിട്ടുള്ള ശുപാർശകൾ അതനുസരിച്ച് ലഭ്യമാകില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ടും തീരുന്നില്ല, ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അധികാരം, ആ കടമെടുക്കാനുള്ള അധികാരത്തിൽ പോലും കൈകടത്തുകയാണ്. എങ്ങനെ? ഈ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ ചുരുക്കം 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു ആദ്യത്തെ റൗണ്ടിൽ ഞാനങ്ങ് പറഞ്ഞോട്ടെ. അങ്കമാലി ശബരി റെയിൽപാത എന്താ വേണ്ടത്? അതിൻ്റെ പകുതി പണം എന്നുള്ളത് കേരളം ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകണമെന്നാണ് നമ്മുടെ കേരള സംസ്ഥാനത്തെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കടമെടുക്കുകയാണെങ്കിൽ ആ കടമെടുക്കുന്നത് കിഫ്ബി മുഖാന്തരം അത്തരം കാര്യം ചെയ്താലോ അല്ല മറ്റേതെങ്കിലും രീതിയിൽ അത്തരം ഈ കാര്യത്തിൽ നിങ്ങളുമായി ഞങ്ങളൊരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് വരുന്നുവെങ്കിൽ ആ കടത്തിനെ ഈ സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽ നിങ്ങളത് ഉൾപ്പെടുത്തി അങ്ങനെ കണക്ക് എടുക്കരുത്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പരിപാടികളിൽ അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കലിൻ്റെ 25% തുക നമ്മൾ നൽകണം. കേരളത്തെക്കാൾ കൂടുതൽ ഭൂമി അത്തരത്തിൽ ഏറ്റെടുക്കുമ്പോൾ കൂടുതലായി ഭൂമിക്ക് വരെയുള്ള സംസ്ഥാനങ്ങളടക്കം ഇല്ലാത്തതായിട്ടുള്ളൊരു മുരട്ടിന്യായമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് നൽകേണ്ടതായിട്ടുള്ള വിഹിതം എന്നുള്ളത് അതിൽ തന്നെ 1300 കോടി രൂപ നമുക്ക് കിട്ടേണ്ടത് ഇനിയും കുടിശ്ശികയാണെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ധനക്കമ്മീഷണർ പറയുന്നതും ഇന്ത്യ ഗവൺമെൻറ് പറയുന്നതാണ്, നിങ്ങളുടെ ധനാഗമ മാർഗ്ഗങ്ങൾ കണ്ടെത്തണം, സ്വയാർജിതമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ശരി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതിൽ വ്യവസായങ്ങൾ, മറ്റു കാര്യങ്ങൾ, അതിലിപ്പോൾ ബ്രിവറിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുമ്പോൾ ഈ കാര്യത്തിൻ്റേത് അതിൽ പ്രതിപക്ഷം എടുക്കുന്നൊരു നിലപാട് വാസ്തവത്തിൽ കേരള വിരുദ്ധമാണ്. ഞാനത് LDF വിരുദ്ധമെന്നോ CPM വിരുദ്ധമെന്നോ അല്ല ഞാൻ ഈ കാര്യത്തെ കാണുന്നത്. ഏതാണ്ട് ഒരു വർഷം ഒരു 3000 മുതൽ 4000 കോടി രൂപ വരെ നികുതി വിഹിതമായി കേരളത്തിന് ലഭ്യമാകുന്ന ഒരു കാര്യം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ കേരളത്തിൽ തന്നെ ലഭ്യമാകുന്നതായിട്ടുള്ള 300 കോടി രൂപ മറ്റൊരു കാര്യം. നേരിട്ട് ഒരു 700ഓളം പേർക്ക് തൊഴിൽ കിട്ടുന്നതും ഒരു 2000-നും 3000-നും ഇടയ്ക്ക് ആളുകൾക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കുന്നതുമായ മറ്റൊരു കാര്യം. ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് എന്നുള്ളത് ഇതൊന്നും ഇവിടെ പാടില്ല എന്നുള്ള നിലയിലാണ്. കേരളത്തിൽ ഈ കർണാടകം, മഹാരാഷ്ട്ര, ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ മദ്യനിർമ്മാണ കമ്പനികൾ കേരളത്തിലെ പല കമ്പനികളുമായി ടൈപ്പ് ഉണ്ട്.
അങ്ങനെ ടൈപ്പ് ഉള്ളപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് വരുന്നത് മുഖ്യമന്ത്രി നൽകിയതായിട്ടുള്ള നിയമസഭയിൽ നൽകിയതായിട്ടുള്ള മറുപടി ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ആ ഒരു കാര്യത്തിൻ്റെ അദ്ദേഹത്തിന് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു അവകാശ ലംഘനമായി വന്നാൽ അതൊരു വല്ലാത്ത മോശപ്പെട്ടൊരു കാര്യമായി പോകും. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ആ പറഞ്ഞ കാര്യം. അത് 2022-23 മദ്യനയം എന്നുള്ളത് അതൊരു ഓപ്പൺ ഡോക്യുമെൻ്റാണ്. 2022-23 LDF ഗവൺമെൻറ്റിൻ്റെ മദ്യനയം, ഒരു മദ്യനയമുണ്ടല്ലോ. അതിൽ പറയുകയാണ്, ഐ മേ ബി പെർമിറ്റഡ് ടു കോട്ട്, അതിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അങ്ങനെ കേരളത്തിൽ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപ്പാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിൽ അവർ ടൈപ്പ് മുഖാന്തരം നിർമ്മിക്കുന്ന ഇതുപോലെ സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന ധനനഷ്ടം, തൊഴിൽ നഷ്ടം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ബ്രൂവറിക്ക് അപ്പോൾ അതിൽ UDF ഗവൺമെൻറ് കാലത്ത് 10-7 അവരാണ് നൽകിയത് എന്നുള്ളത് മറ്റു കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. UDF ചെയ്യുന്നത് എന്താണ്? അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഈ ഒരു കാര്യത്തിൽ കേരളത്തിൽ ദേശീയപാത വികസനം നടക്കാൻ അനുവദിക്കില്ല. ആരാ പറഞ്ഞത്? ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത്. കേരളത്തിൽ ദേശീയപാത വികസനം എന്നത് സമഗ്രമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ കടമ്പകളെയും അതിജീവിച്ചു പോവുകയാണ്. വയൽക്കിളികളുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അതിനെ സംബന്ധിച്ചുള്ളതിനകത്ത്. 2, ഈ ഗെയിൽ പൈപ്പ് ലൈൻ അത് അങ്ങനെയൊന്നും അതിടാനൊന്നും കഴിയില്ല, അങ്ങനെയൊന്നും ഈ പ്രകൃതിവാദവും കൊണ്ടുവല്ലതൊന്നും അത് കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ള നിലയിലേക്ക്, വെടിവെപ്പ് നടന്നാലും അനുവദിക്കില്ല എന്നുള്ള നിലയിലേക്ക് എടുത്തൊരു നിലപാടുണ്ട്. അതിൽ UDF ചില ചങ്ങാതിമാർ കൂട്ടുപിടിച്ചത് ആരെയൊക്കെയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല, തടയാനാണ് ശ്രമിച്ചത്, തീരുന്നില്ല. ഇന്ന് കേരളം പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ പവർ കട്ടില്ലാത്ത 2 സംസ്ഥാനങ്ങളെന്ന് പറയാവുന്ന ഒന്ന് കേരളവും മറ്റൊന്ന് ജമ്മു കാശ്മീരുമാണ് കാര്യം മറന്നു പോകരുത്. കേരളത്തിൽ ഇടമൺ കൊച്ചി പവർ ലൈൻ വലിക്കാൻ കഴിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതായിട്ടുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പാർലമെൻ്ററി കമ്മിറ്റികളിൽ വന്നിട്ട് തൊഴുകൈകളോടെ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് കഴിയില്ല സാർ, കാരണം കേരളത്തിലെ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുക എന്ന്. മാത്രമല്ല അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയും രണ്ടുപേരും ഇന്ന് യശശരീരരാണ്. അവർ തമ്മിൽ ഇക്കാര്യത്തിലുണ്ടായിരുന്ന മറ്റ് കാര്യങ്ങൾ ഞാനത് ഇപ്പോൾ പറയുന്നത് ശരിയല്ല, അനിൽ ബോസ് അറിയും ഈ കാര്യങ്ങളെ സംബന്ധിച്ചെന്നുള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അന്നത്തെ വൈദ്യുതി മന്ത്രി പറയുകയുണ്ടായി ഈ കാര്യത്തെ സംബന്ധിച്ച്, ഞങ്ങൾ MP-മാർ അന്ന് ഞാൻ ഉൾപ്പെടെ MP ആയിരിക്കുന്ന സമയത്താണ്, എനിക്കറിയാം എവിടെ നിന്നാണ് തടസ്സം എന്ന് അദ്ദേഹം അങ്ങനെ രൂക്ഷമായി പറയുന്നൊരു സ്ഥിതി ഉണ്ടായി ഒരു ചർച്ചയിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ മുട്ടാപ്പോക്ക് ന്യായം പറയുക, ഇത് നടപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ UDF പറയട്ടെ കേരളത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിൽ ഇത്തരത്തിൽ കേരളത്തിന് അർഹമായത് ലഭിക്കുന്നില്ല, ഈ വിധത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നു, നമുക്ക് കൂടുതൽ ഇത്തരത്തിൽ ആഗമ മാർഗ്ഗങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടത്, പുറത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ വരുന്നതിന് പകരം നമ്മൾ ഇത്തരം എല്ലാം നമ്മളിങ്ങനെ മൂക്ക് മുറിച്ച് ശകനം മുടക്കികളായി നിൽക്കുക എന്നുള്ള നിലയിലേക്ക് നിൽക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതൊരു സംസ്ഥാനത്തോട് ചെയ്യുന്നതായ ഒരു നീതിയായി ഞാൻ കാണുന്നില്ല. ആ കാര്യത്തിലൊരു നീതികേട് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണോ ഇപ്പോൾ ഒരല്പം പിന്നോട്ട് പോയി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രതിപക്ഷം? നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ മറുപടി അവർക്ക് ഈ കാര്യത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ അതിലേതെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷ ഉപനേതാവിനെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഏതെങ്കിലും MLA-മാരെ ഒന്നും ഞാൻ വ്യക്തിപരമായി എന്തെങ്കിലും പറയാനെന്ന് ഞാൻ ഈ കാര്യത്തിൽ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി വിശദമായാണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ജലലഭ്യതയെ സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ട്. ഈ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു വർഷത്തിൽ ഏതാണ്ട് 300 സെൻറ്റിമീറ്ററിനപ്പുറം മഴ ലഭിക്കുന്നതായിട്ടുള്ള ഈ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിരവധി പഠന റിപ്പോർട്ടുകളും അതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകളും കേരളത്തിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ അടക്കമുള്ള സ്ഥിതിവിവരക്കണക്കുകളുമാണ്. നമ്മുടെ ഈ ചർച്ചയുടെ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനിടയിൽ അത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വരുമ്പോൾ ഈ ഒരു വ്യവസായ സംരംഭം, ഇപ്പോൾ കഞ്ചിക്കോട് വ്യവസായശാലകൾ നിരവധി ഇല്ലേ, വെള്ളം എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഈ ചർച്ച നടത്തുന്ന ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം നഗരവാസിയാണ്, അനിൽ ബോസിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് 10 ലക്ഷം നിവാസികൾ തിരുവനന്തപുരത്തും തന്നെ ഉള്ളവരുണ്ട്. പുറത്തുനിന്ന് വന്നു പോകുന്നവർ മറ്റു വല്ല ലക്ഷക്കണക്കിനുണ്ട് എങ്കിലും തിരുവനന്തപുരത്തിന് കുടിവെള്ളം ഉൾപ്പെടെ എവിടെ നിന്നാണ് വരുന്നത്?
ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അരുവിക്കര ഡാമിൽ നിന്ന് വരുന്നു. അരുവിക്കര ഡാമിൽ അതുകൊണ്ട് മാത്രം തീരില്ല. അപ്പോൾ എവിടെ നിന്ന് വരുന്നു? പിന്നെയും കിഴക്കോട്ട് പേപ്പാറ നിന്ന് അവിടെ ഉള്ള ഡാമിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ടും ഈ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗത്തേക്ക് ഇത് പോരാതെ വരുമ്പോൾ പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? വെള്ളായണിക്കായലിൽ നിന്ന് എടുക്കുകയാണ്. വെള്ളായണിക്കായലിലും പോരാഞ്ഞിട്ട് എവിടെ നിന്ന് വരികയാണ്? നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്, തമിഴ്നാടിന് നൽകുകയാണ് നെയ്യാർ ഡാമിൽ നിന്ന്. അപ്പോൾ ജലലഭ്യത എന്നുള്ളത് ഈ ജലചൂഷണമല്ല. നമ്മുടെ ജലത്തെ അതിനെ നാം ക്രമപരമായി ഇക്കാര്യത്തിൽ അതിൻ്റെ വിനിയോഗം എന്നുള്ളത് ശാസ്ത്രീയമായും ഇക്കാര്യത്തിൽ നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന നിലയിലും അത് ഉപയോഗിക്കുകയും അതിൻ്റെ റീസൈക്കിൾ അടക്കം നമ്മൾ നടത്തുകയും ചെയ്യുന്ന ആധുനികമായ സാങ്കേതിക വിദ്യയെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. റൈറ്റ്.